മെസ്സിയുടെ ഈ വരവ് കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക ലാഭം എത്ര, അതിൽ എത്ര സർക്കാരിന്, എത്ര സ്പോൺസർക്ക്, അതോ സ്പോൺസർക്കാണോ മുഴുവൻ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല, ഒരു കാര്യവും ഒരു രേഖയും ഇല്ല. ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്പോർട്സിനെ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുകയും വേറെ ഈ സങ്കല്പ ലോകത്തിലെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന ഒരു മന്ത്രിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മെസ്സി വരാത്തിടത്തോളം കാലം സ്പാനിഷ് യാത്ര എന്ന് പറയുന്നത് തികഞ്ഞ പരാജയവുമായിരുന്നു എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ്. അതിനകത്ത് പിന്നെ ഈ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല. ഇവർക്ക് കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടായോ, മറ്റെന്തെങ്കിലും നേട്ടമുണ്ടായോ, സംസ്ഥാനത്തിന് അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. കേരള സർക്കാർ ഇടപെട്ട് ഈ കമ്പനിക്ക് ഇന്ന ഒരു കാര്യത്തിന് വേണ്ടി പൈസ അടയ്ക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അങ്ങനെ ലോകോത്തര ഫുട്ബോളർ ലിയണൽ മെസ്സി കേരളത്തിൽ വിവാദ നായകനായിരിക്കുകയാണ്. അദ്ദേഹത്തെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. കേരള കൗമുദി പത്രത്തിൻ്റെ സ്പോർട്സ് എഡിറ്റർ അൻസാർ എസ് രാജ് നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം അൻസാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അൻസാർ, ഈ മെസ്സി വിഷയം നമുക്കറിയാം. മെസ്സി എന്ന് പറയുമ്പോൾ മെസ്സിക്ക് എല്ലാവരും പറയുന്നത് അർജൻറ്റീനയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആരാധകർ കേരളത്തിലുണ്ടെന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണുക എന്ന് പറയുന്നത്, നേരിട്ട് കാണുക എന്ന് പറയുന്നത്, ടെലിവിഷനിലല്ലാതെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് ഒരു ജീവിതാഭിലാഷമായി കൊണ്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ഇടയിലേക്കാണ് ഈ ഒരു വലിയ ഒരു മെസ്സേജ് കൊടുത്തത്, ഞങ്ങൾ മെസ്സിയെ എത്തിക്കും എന്ന് എല്ലാവരും ആവേശത്തോടു കൂടി പറഞ്ഞു. പക്ഷേ കായിക നിരീക്ഷകരും കായിക രംഗത്തെ സ്നേഹിക്കുന്നവരും പറയുന്നത് മെസ്സിയെ വലിയ തുക മുടക്കി കൊണ്ടുവരുന്നതിനേക്കാളൊക്കെ തന്നെ എത്രയോ നല്ല പദ്ധതികൾ നമുക്കിവിടെ സ്പോർട്സിൻ്റെ മെച്ചപ്പെടുത്താൻ വേണ്ടി ആവിഷ്കരിക്കാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞു. അത് മറ്റൊരു വിഷയം. എങ്കിലും മെസ്സി വിഷയം ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതിൻ്റെ ക്രമക്കേടുകളുടെ ചുരുളഴിയുമ്പോൾ എവിടെ നിന്ന് നമുക്ക് തുടങ്ങേണ്ടി വരും? അർജൻറ്റീന 1986 മറഡോണയുടെ ലോകകപ്പ് നേട്ടത്തിന് ശേഷം അർജൻറ്റീന ആദ്യമായിട്ട് ലോകകപ്പ് നടന്നത് 2022 ഖത്തറിൽ വെച്ചാണ്. അപ്പോൾ ആ ഖത്തറിൽ ലോകകപ്പ് നേടുമ്പോഴത്തേക്ക് അർജൻറ്റീന ടീമിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് മാറി. അതോടൊപ്പം തന്നെ അന്ന് അർജൻറ്റീനക്കാർ തിരിച്ചറിഞ്ഞൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫുട്ബോൾ ഫാൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം, 100 കോടി ജനങ്ങളുള്ള ഇന്ത്യയും അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശുമാണ്. ബംഗ്ലാദേശിലും കേരളത്തിലും കൊൽക്കത്തയിലുമുള്ള ഫുട്ബോൾ ആരാധകർക്ക് അവർ പ്രത്യേക നന്ദി പറഞ്ഞു അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ അന്ന് ആ ലോകകപ്പ് നേട്ടത്തിന് ശേഷം. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ലോകകപ്പ് നേട്ടത്തോടു കൂടി അവരുടെ ബ്രാൻഡ് വാല്യൂ ഉയർന്നു. അപ്പോൾ അവരെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും അവരെ കൊണ്ടുപോകാനും കളിപ്പിക്കാനും അവരുടെ സൗഹൃദ മത്സരങ്ങൾക്ക് വേദി ഒരുക്കാനും ഒക്കെ ഉള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ അവരും അവരുടെ ബിസിനസ് തീർച്ചയായും അവരുടെ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള ഒരു വഴിയായിട്ട് അവർ കണ്ടത് മറ്റു രാജ്യങ്ങളിൽ, അവർക്ക് ആരാധകരുള്ള രാജ്യങ്ങളിൽ അവർ സൗഹൃദ മത്സരങ്ങൾ കളിക്കുക. എതിരാളികൾ മറ്റേതെങ്കിലും ലോകോത്തര ടീമായിരിക്കും. ഫിഫയുടെ സൗഹൃദ മത്സരങ്ങളുടെ വിൻഡോ അത് വർഷത്തിൽ 3 തവണ 4 തവണയൊക്കെ വരും. കാരണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഒരു വിൻഡോ ഉണ്ടാവും. അത് കഴിഞ്ഞ് ജൂൺ ജൂലൈ മാസങ്ങളിൽ യൂറോ കപ്പോ ലോകകപ്പോ അങ്ങനെയുള്ള വലിയ ടൂർണമെൻറ്റുകൾ ഇല്ലാത്ത സമയത്താണെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒരു വിൻഡോ ഉണ്ടാവും. സെപ്റ്റംബറിൽ ഒരു വിൻഡോ ഉണ്ടാവും. അതുപോലെ നവംബർ ഡിസംബറിൽ ഒരു വിൻഡോ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയക്രമത്തിൽ മറ്റു രാജ്യങ്ങളിൽ പോയി കളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അവരുടെ ടീമിനെ തന്നെ അവർ വിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക്, അതായത് ഇത്ര കോടി രൂപ തന്നാൽ ഞങ്ങളുടെ ടീം വരും. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം വരും. അതായത് ഈ വിൻഡോ എന്നുള്ള വാക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടി ചില വ്യക്തികളൊക്കെ തന്നെ ഈ പദം ചില പത്രസമ്മേളനത്തിലൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നു. വിൻഡോ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സാധാരണഗതിയിലുള്ള അന്താരാഷ്ട്ര ഷെഡ്യൂൾ ഇല്ലാത്ത സമയത്ത് ടീമുകൾക്ക് ഫിഫയുടെ അനുമതിയോടുകൂടിയും ചില സൗഹൃദ മത്സരങ്ങൾ കളിക്കാനുള്ള അവസരം, കൃത്യമായിട്ട് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുവാൻ വേണ്ടി നൽകിയിരിക്കുന്ന സമയ ഷെഡ്യൂളിനെയാണ് വിൻഡോ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 4 തവണ, ചിലപ്പോൾ ഈ ടൂർണമെൻറ്റുകൾ, ഇപ്പോൾ ഈ വർഷം ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു, ലോകകപ്പ് ഉണ്ടായിരുന്നു, ആ സമയത്ത് ജൂൺ ജൂലൈയിൽ സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ സെപ്റ്റംബറിൽ അടുത്ത വിൻഡോ വരും, നവംബറിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കൃത്യസമയത്ത് മാത്രമേ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാൻ പറ്റൂ. അല്ലാതെ എനിക്ക് നാളെ പോയി അർജന്റീന ടീമിന് പോയിട്ട് ഇന്ത്യയിൽ വന്ന് കളിക്കാൻ പറ്റുമെന്നില്ല. കറക്റ്റ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒരു അന്താരാഷ്ട്ര മത്സരം നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഫിഫയുടെ അനുമതി വേണം. അത് ഏത് രാജ്യത്താണ് നടക്കുന്നത് ആ രാജ്യത്തെ ഫുട്ബോൾ അസോസിയേഷൻ്റെ അനുമതി വേണം, അല്ലേ? ഫെഡറേഷൻ്റെ അനുമതി വേണം. അതുപോലെ തന്നെ ഏത് രാജ്യത്തോടാണോ കളിക്കുന്നത് അത് ചിലപ്പോൾ മറ്റേതെങ്കിലും രാജ്യമാണെങ്കിൽ അവരുടെ കൂടി അനുമതി ഷെഡ്യൂളും കറക്റ്റായി വരണം, അല്ലേ? തീർച്ചയായും ഇതിനകത്ത് വേണ്ടത് നമ്മൾ ഇന്ത്യയിൽ വെച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ ഫുട്ബോൾ മത്സരം നടത്തുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഫുട്ബോൾ ഫെഡറേഷനുണ്ട്. അതെ, ആ ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നാണ് അതിൻ്റെ പേര്. അതിന് പ്രസിഡന്റും സെക്രട്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനാധിപത്യപരമായ രീതിയിൽ
ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനമാണത്. അത് ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ ഒരു സംസ്ഥാനത്തെ, ഇന്ത്യയുടെ കായിക മന്ത്രിയല്ല, കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ കായിക മന്ത്രി നേരിട്ട് ഇതിന് വേണ്ടിയിട്ട് മെയിൽ അയക്കുക. ആ മെയിൽ അയക്കുന്നതിൽ നിന്നും അവർ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ അവർ കച്ചവടത്തിന് വരാൻ തയ്യാറായിരിക്കുകയാണ്. അവർ ഒരു മെയിൽ വന്നു, അവർ കളിക്കാൻ സമ്മതം അറിയിച്ചു. അങ്ങനെയാണെങ്കിൽ ചർച്ചകൾ നടത്താമെന്ന് പറഞ്ഞു. സ്പെയിനിൽ വെച്ച് ചർച്ച നടത്താമെന്ന് പറഞ്ഞു. ശരി, സ്പെയിനിൽ പോയി ചർച്ച നടത്താൻ ഇവിടുന്ന് സർക്കാർ പോയി. അപ്പം ഇവിടുന്ന് ഇത്രയും തുക മുടക്കി മെസ്സിയെ കൊണ്ടുവരണമോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നപ്പോഴത്തേക്കാണ് ഇത് ഞങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മുടെ സംസ്ഥാന സർക്കാരിന് 5 പൈസ ചിലവില്ലാതെ ചെയ്തു തരാം, ഇത് സ്പോൺസർമാരെ കൊണ്ട് ചെയ്തു തരാമെന്ന്. അങ്ങനെ ആദ്യം സ്പോൺസറായിട്ട് പ്രഖ്യാപിച്ചത് മന്ത്രി ഈ മെസ്സി വരുമ്പോൾ ആദ്യം പ്രഖ്യാപിക്കുന്നത്, മെസ്സി വരും, അർജൻറ്റീന ടീം വരും, അവരിവിടെ കളിക്കും, ചിലപ്പോൾ 2 മത്സരങ്ങൾ വരെ കളിച്ചെന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആദ്യം പറഞ്ഞത് ഇത് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സ്പോൺസർ ചെയ്യും, 100 കോടിയോളം രൂപ ചിലവ് വരും, അവർ സ്പോൺസർ ചെയ്യുമെന്ന് പറയാൻ ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ നടത്തി. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ഈ സ്പോൺസർഷിപ്പിൽ നിന്ന് പിന്മാറി. ഞങ്ങളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല എന്ന് അവർ പറഞ്ഞിട്ട് അവർ പിന്മാറി. പിന്നാലെ അപ്പോൾ മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ അപ്പോഴേക്കും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോഴും മന്ത്രി പറയുന്ന മെസ്സി വരും, ഞങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം ഇതിന് പുതിയ സ്പോൺസറെ ഉടനെ കണ്ടുപിടിക്കുന്നത്. പെട്ടെന്ന് ഒരു സ്പോൺസർ അവതരിക്കുന്നു. ആ സ്പോൺസർ ഇവിടുത്തെ ഒരു പ്രമുഖ ചാനലിൻ്റെ പേരുള്ള സ്പോൺസറാണ്. ആ സ്പോൺസർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നോ, ആ സ്പോൺസറെ പിന്നെ എത്ര കോടി രൂപ ആ സ്പോൺസർ മുടക്കുമെന്നോ, അതുകൊണ്ട് അയാൾക്ക് എന്തൊക്കെ നേട്ടം സർക്കാർ കൊടുക്കുമെന്നോ, അല്ലെങ്കിൽ അതുകൊണ്ട് അയാൾക്കുള്ള നേട്ടം എന്താണെന്നോ ഒന്നും വ്യക്തമായ ധാരണയില്ല. ഒരു രക്ഷകനെ പോലെ ഒരു സ്പോൺസറെ അവതരിപ്പിക്കുന്നു. ആ സ്പോൺസർ പിന്നെ പറയുന്നു ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുന്നു. അതിനുശേഷം അവർ അതിന് വേണ്ടിയിട്ട് ചർച്ചകൾ നടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അർജൻറ്റീനയുടെ സംഘം വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ സ്റ്റേഡിയത്തിന് നിലവാരമില്ല. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉണ്ട്. അവിടെ ക്രിക്കറ്റും ഫുട്ബോളും നടത്താവുന്നതാണ്. 2015 ആ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് തന്നെ സാഫ് കപ്പ് ഫുട്ബോൾ നടത്തിക്കൊണ്ടാണ് ഏറ്റവും മികച്ച ഫുട്ബോൾ നടത്താൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമായിരുന്നു തിരുവനന്തപുരം സ്റ്റേഡിയം. പക്ഷേ അന്ന് മന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് മലപ്പുറത്ത് പറ്റിയാൽ മലപ്പുറത്ത് നടത്തണം, ഇല്ലെങ്കിൽ കോഴിക്കോട് നടത്തണം, അതിനും പറ്റിയില്ലെങ്കിൽ കൊച്ചി നടത്തണം, തിരുവനന്തപുരത്ത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചിയിൽ പിന്നെയുള്ള കേരളത്തിൽ പിന്നെയുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് പേരിലുള്ളത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ്. അത് 1994 കർണാടക കാലത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു സ്റ്റേഡിയമാണ്. അന്ന് 1 ലക്ഷത്തോളം പേർക്ക് കാണാവുന്നതാണ്. ലിയോ ചേട്ടനും ഞാനും ഒക്കെ അവിടെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ പോയിട്ടുള്ളതാണ്. 1 ലക്ഷം പേരോളം അവിടെ ഇരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ സീസണുകളിൽ 1 ലക്ഷത്തോളം പേരും പിന്നെ കണക്കിൽപ്പെടാത്ത ആൾക്കാരും ഒക്കെ വലിഞ്ഞേറിയിരുന്ന സ്റ്റേഡിയമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ആ സ്റ്റേഡിയത്തിൽ മെയിൻ്റനൻസ് കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു, ആ സ്റ്റേഡിയത്തിൻ്റെ കാണികൾ കയറുമ്പോൾ പ്രകമ്പനം കാരണം ആ സ്റ്റേഡിയം അപകടാവസ്ഥയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അർജൻറ്റീനയെ പോലുള്ള ഒരു ടീമിനെ അവിടെ വിളിച്ചുകൊണ്ടെന്ന് കളിപ്പിക്കണമെങ്കിൽ ആ സ്റ്റേഡിയം നവീകരിച്ചേ മതിയാവും. ആര് നവീകരിക്കും? സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടില്ല. ഏത് സംസ്ഥാന സർക്കാർ? ഇവിടുത്തെ സംസ്ഥാനത്തെ കായിക ഹോസ്റ്റലുകളിൽ സമയത്തിന് ഫുഡ് പോലും കൊടുക്കാൻ കഴിയാത്ത, കേരളമെന്ന് പേരെഴുതിയ ഒരു ജേഴ്സി അണിഞ്ഞ് ഡൽഹിയിലോ രാജസ്ഥാനിലോ നടക്കുന്ന ഒരു മത്സരത്തിൽ പോകാൻ കഴിയാത്ത, അങ്ങോട്ടുള്ള ട്രെയിൻ യാത്രയ്ക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പേപ്പർ വിരിച്ച് കിടന്ന് ഉറങ്ങി പോകേണ്ടി വരുന്ന ഇവിടുത്തെ കായിക താരങ്ങളുള്ള കേരളത്തിൻ്റെ സാമ്പത്തികം ഇല്ല. അതിനും സ്പോൺസർ തയ്യാറായി. അപ്പോഴും സ്പോൺസർ തയ്യാറാവുന്നു. സ്പോൺസർ അവിടെ വന്ന് മരം മുറിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പം സ്വാഭാവികമായിട്ടും പരാതികൾ വരുന്നു. അപ്പോൾ അതിനുശേഷം അതും വിവാദത്തിലാവുന്നു. അപ്പോഴും പറയുന്നത് മെസ്സി വരാൻ വേണ്ടിയിട്ടല്ലേ ഇത്. അപ്പോഴും കേരളത്തിലെ ആരാധകർക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ കളിയോട് ഇഷ്ടമുള്ളവർക്കൊരു പ്രതീക്ഷയാണ്. ഇതൊക്കെ ഇത്രയൊക്കെ മരമൊക്കെ മുറിക്കുമ്പോൾ എന്തായാലും മെസ്സി വരുമായിരിക്കും. അതെ, മെസ്സിയെ കൊണ്ടുവരാനുള്ള മരമൊക്കെ ഏറെക്കുറെ മുറിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ മെസ്സി അപ്പോഴും വരുമെന്ന് പറയുന്നു. അതിനുശേഷം അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു ട്വീറ്റ് ഔദ്യോഗികമായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ ട്വീറ്റിൽ പറയുന്നത് ഞങ്ങൾ അങ്കോളയിലും ഇന്ത്യയിലെ കേരളയിലും കളിക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്നൊരു ഇത് വരുന്നു. അതോടുകൂടി മെസ്സി ഇവിടെ എത്തിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു ഇവിടുത്തെ സ്റ്റേഡിയത്തിന് നിലവാരം ഇല്ലാത്തതുകൊണ്ട് മെസ്സി ഇപ്പം അർജൻറ്റീനയ്ക്ക് ഈ വിൻഡോയിൽ വരാൻ വഴിയില്ല, അടുത്ത വിൻഡോ വരും. അങ്ങനെയാണ് ഈ വിൻഡോയിൽ കൂടെ വരുന്നത്. ഇപ്പോൾ ജനലിൽ കൂടെ മെസ്സിയെ കൊണ്ടുവരുമെന്നുള്ള ഒരു സംശയങ്ങളൊക്കെ വന്നു തുടങ്ങിയത് ആ വിൻഡോ തള്ള് അപ്പോഴാണ് വന്നു തുടങ്ങിയത്. അപ്പം അടുത്ത വിൻഡോയ്ക്ക് വരും, അത് കഴിഞ്ഞാലുള്ള വിൻഡോയ്ക്ക് വരും, ഏത് വിൻഡോയിൽ കൂടെ എങ്കിലും മെസ്സി ഇവിടെ വരും എന്നുള്ള ഒരു ഇതൊക്കെ വന്നു. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ പതുക്കെ ഇതിലേക്ക് പോയി. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവിടെ സ്പോൺസേഴ്സ് പൈസ അവർ അടച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അടച്ച പൈസയ്ക്ക് GST അടച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പം കുറച്ച് നാൾ മുമ്പ് വന്ന വാർത്ത, ഞങ്ങൾ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ഞങ്ങളെ പറ്റിച്ചു, അവർ മറ്റേ ഏതോ സിനിമയ്ക്കകത്ത് പറയുമല്ലോ ജോഷി ചതിച്ചാശാനെ കോട്ടയം വെച്ചിട്ടല്ലേ, അതുപോലെ അർജൻറ്റീന ചതിച്ചാശാനെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞാൽ 500 കോടി രൂപയ്ക്ക് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്രസമ്മേളനം കുറച്ച് പത്രവാർത്തകളൊക്കെ വരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ മെസ്സി വരുന്നില്ല എന്ന് ഉറപ്പായി. അപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. മെസ്സിയുടെ കാര്യത്തിനകത്ത് മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ മന്ത്രി സ്വന്തം മണ്ഡലത്തിൽ നിന്ന് മാറി വേറൊരു മണ്ഡലത്തിൽ പോയി അവിടെ നിന്ന് രക്ഷയില്ലാതെ തോറ്റ് വീട്ടിൽ ഇരിപ്പായി. മെസ്സി പക്ഷേ ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങൾ അതിനിടയ്ക്ക് ഡിസംബറിൽ മെസ്സി ഹൈദരാബാദിൽ വന്നു.
ബോംബെയിൽ വന്നു, കൽക്കത്തയിൽ വന്നു, ഡൽഹിയിൽ വന്നു. മെസ്സിക്ക് വരാം, റോഡ്രിഗോ ഡിപ്പോളിന് വരാം, മെസ്സിയുടെ കൂടെയുള്ള ആർക്കും വേണമെങ്കിലും ഇവിടെ വരാം. കാരണം നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്, അവരുടെ മാർക്കറ്റ് വാല്യൂ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ അവർ വിദേശ രാജ്യങ്ങളിൽ കാശ് വാങ്ങി അവർ സന്ദർശനം നടത്തും, സ്വകാര്യ സന്ദർശനങ്ങൾ നടത്തും. അത് അവർക്ക് സ്പോൺസർമാർക്ക് കാശ് കൊടുത്ത് അയാളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. മെസ്സി എന്നല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ ആയാലും നെയ്മറിനെ ആയാലും കാശ് കൊടുത്താൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ആഗോളതലത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതനുസരിച്ചിട്ടാണ് മെസ്സി ഡിസംബറിൽ ഇന്ത്യയിൽ വന്നിട്ട് പോയത്. മെസ്സി ഇവിടെ വന്ന് പിന്നെ കളിക്കാരെയൊക്കെ കണ്ടു. ബീജിംഗ് നമ്മുടെ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയെ കണ്ടു. സച്ചിൻ ഉണ്ടായിരുന്നു. സച്ചിനും അദ്ദേഹമായിട്ട് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. സച്ചിൻ ക്രിക്കറ്റിൻ്റെ ജേഴ്സിയൊക്കെ കൊടുത്തു. അന്നും വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി, ഫുട്ബോൾ കളിക്കാൻ ക്രിക്കറ്റിൻ്റെ ജേഴ്സിയാണോ കൊടുക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ മെസ്സി ഇവിടെ വന്നത് ഒരു സംഭവബഹുലമായി. ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ കാണാൻ പറ്റുന്നവരൊക്കെ അത്രയും ആഗ്രഹമുള്ളവരൊക്കെ പോയി. പിന്നെ ഇവിടെ കേരളത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷ അപ്പോഴത്തേക്ക് നശിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മളിതിപ്പോൾ ചർച്ച ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പാലോടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, കോൺഗ്രസിൻ്റെ ഒരു സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, ഒരു പരാതി സർക്കാരിലേക്ക് കൊടുത്തിരുന്നു. ആ പരാതി പറയുന്നത് മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി സർക്കാരിൻ്റെ പണം നഷ്ടപ്പെടുത്തി, ഇതിനകത്ത് സുതാര്യതയില്ല, അപ്പോൾ ഇതൊന്ന് അന്വേഷിക്കണം, എന്താണ് എൻ്റെ കാര്യം എന്ന് അന്വേഷിക്കണം. സർക്കാർ സ്വാഭാവികമായിട്ടും അന്നത്തെ കായിക സെക്രട്ടറി ആയിട്ട് നിയമനം കിട്ടിയ പ്രശാന്ത് IAS അദ്ദേഹത്തിനോട് അന്വേഷിക്കാൻ പറഞ്ഞു. അദ്ദേഹം വളരെ കൂലങ്കഷമായിട്ട് അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തോളം മുമ്പ് കായിക മന്ത്രിയുടെ ഓഫീസിലെത്തുകയും കായിക മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുകയൊക്കെ ചെയ്തു. സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ടിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോഴത്തേക്കാണ് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വലിയ വെളിപ്പെടുത്തലുകളായിട്ട് മാറിയിരിക്കുന്നത്. അതിലെന്തൊക്കെ കാര്യങ്ങളാണ്? വളരെ വലിയ തട്ടിപ്പ് നടന്നു എന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെ തട്ടിപ്പ് ഏതൊക്കെ രീതിയിൽ നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ? അതെ, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയതിന് ശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊന്നും നേരെ രീതിയിലായിരുന്നില്ല. ഇപ്പം നമ്മൾ ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടി 4 ടീമുകളെ ഫോണിൽ വിളിച്ചിട്ട് ഇന്ന് വരണം അല്ലെങ്കിൽ നാളെ വരണം എന്ന് പറഞ്ഞ് വരുന്ന ടീമല്ല അർജൻറ്റീനയും ഒന്നും. പിന്നെ വിദേശ രാജ്യത്തുള്ളൊരു ടീമിന് ഈ 100 കോടിയോളം രൂപ, അത് പ്രാഥമികമായിട്ടുള്ള കണക്ക് മാത്രമാണ് 100 കോടി, മറിച്ച് ആ ടീമിന് പൈസ കൊടുക്കണം, എതിരെ കളിക്കുന്ന ടീമിന് പൈസ കൊടുക്കണം, സ്റ്റേഡിയം തയ്യാറാക്കുന്നതിന് പൈസ കൊടുക്കണം, പിന്നെ ഇവരുടെ അംഗരക്ഷകർക്കുള്ള പൈസ തന്നെ കോടികൾ വരും. അപ്പോൾ അത്രയ്ക്കുള്ള വലിയ ഇത് വരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഈ സാമ്പത്തിക കൈമാറ്റങ്ങൾ നടത്താൻ പറ്റുള്ളൂ. വിദേശത്തേക്കല്ലേ കൈമാറ്റം നടത്തുന്നത്. അപ്പോൾ അതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്പോൺസർ തയ്യാറാവുകയും ഒക്കെ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതൊന്നും നിയമപരമായ ശരിയായ രീതിയിലല്ല നടന്നത് എന്നാണ് പറയുന്നത്. അതിനകത്ത് 2 ഘട്ടങ്ങളായിട്ടാണ് പറയുന്നത്. ഒന്ന്, ഈ അർജൻറ്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാനുള്ള നീക്കങ്ങളെല്ലാം തുടങ്ങിയത് കായിക മന്ത്രിയുടെ ഒരു ഇമെയിൽ നിന്നാണ്. കായിക മന്ത്രി അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷന് ഒരു ഇമെയിൽ അയക്കുന്നു, അളിയ വരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടുത്തെ അർജൻറ്റീനയിലെ അളിയന്മാർ ഞങ്ങൾ വരാം അളിയ എന്ന് തിരിച്ച് മറുപടി കൊടുക്കുന്നു. എന്നാൽ പിന്നെ ഇത് നമുക്ക് നടത്താമെന്ന് പറഞ്ഞ് ഇവിടെയുള്ള എന്നാൽ നീ അതിൻ്റെ പൈസ മുടക്കടേ എന്ന് പറഞ്ഞ് വേറൊരാളെ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് ഒരിക്കലും ഒരു സർക്കാരിൻ്റെ ഇൻവോൾവ്മെൻറ്റോടുകൂടി ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അതെ, സംസ്ഥാന സർക്കാരിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ കണ്ടെത്തലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തു. ആ ദുരുപയോഗം ചെയ്ത് ഇങ്ങനെയല്ല കൊണ്ടുവരേണ്ടത്. പിന്നെ ഇവിടെ മെസ്സി ഹൈദരാബാദിൽ വന്നപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി കൂടെ ഫുട്ബോൾ കളിക്കുക അവർ ചെയ്തു. അപ്പം സർക്കാരുകൾക്കും ഒക്കെ മെസ്സിയെ കൊണ്ടുവരാനും കൂടെ കളിക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. പക്ഷേ പ്രോപ്പർ ചാനലായിരിക്കണം എന്നുള്ളതാണ്. മെസ്സിയുടെ വരവ് അത് മെസ്സി ഒരു സ്വകാര്യ സന്ദർശനത്തിൽ വന്നപ്പോൾ അത് കൃത്യമായിട്ട് അവരുടെ മെസ്സിയുടെ ഏജൻറ്റ് ഇവിടെ കൊണ്ടുവന്നു. ഇന്ത്യയിൽ അവർക്കൊരു ഏജൻറ്റ് ഉണ്ടായിരുന്നു. ആ ഏജൻറ്റ് മെസ്സി പോയപ്പോഴത്തേക്ക് ജയിലിലായി എന്നുള്ളത് വേറെ കാര്യം. കാരണം കൽക്കത്തയിൽ ആൾക്കാർ ഇടിച്ച് കയറിയിട്ട് രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഇടിച്ച് കയറിയിട്ട് അവസാനം ആ കേസിൻ്റെ പേരിൽ അയാൾ 10-20 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ ഒരു ഏജൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷന് വേണ്ടിയിട്ട് നമ്മൾ അവരുമായിട്ട് ചർച്ച നടത്തുകയാണെങ്കിൽ ഒന്ന് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രതിനിധിയും ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രതിനിധിയുമായിട്ട് ചേർന്ന് വേണം, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി വേണമായിരുന്നു ആ ചർച്ചകൾ തുടക്കത്തിലേ നടത്താൻ. അത് നടത്തിയില്ല എന്ന് മാത്രമല്ല, ഈ ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്ന് നമുക്ക് അപ്രാപ്യമൊന്നുമല്ല. കാരണം 2022-23 കാലഘട്ടങ്ങളിലൊക്കെ അതിനകത്ത് സെക്രട്ടറി ജനറലായിട്ട് ഇരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള മലയാളികൾ, ഒന്ന് ഷാജി പ്രഭാകരൻ, അതുപോലെ അനിൽ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ തന്നെയായിരുന്നു അതിൻ്റെ തലപ്പത്തും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തി ഫെഡറേഷൻ വഴി നമ്മൾ പ്രോപ്പർ ചാനലിൽ സമീപിച്ചാൽ കൃത്യമായി നമുക്ക് മെസ്സിയെ ഇവിടെ കൊണ്ടുവരാൻ, അർജൻറ്റീന ടീമിൻ്റെ കളി ഇവിടെ വെച്ച് നടത്താനും ഒക്കെയുള്ള നല്ലൊരു സ്പോൺസറും കൂടെ ഉണ്ടെങ്കിൽ അത് നടത്താനുള്ള കാര്യമുണ്ടായിരുന്നു. അതിന് പകരം മന്ത്രി നേരിട്ട് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ചർച്ച നടത്തുന്നു, സ്പെയിനിൽ പോയി ചർച്ച നടത്തുന്നു. മാഡ്രിഡിൽ അവരുടെ ചർച്ചയ്ക്ക് പല ലക്ഷ്യങ്ങളുമായിട്ടാണ് പോയത്. അപ്പം ആ പോകുന്ന യാത്രയ്ക്ക് 13 ലക്ഷത്തോളം രൂപ ചിലവായി. അപ്പോൾ പറഞ്ഞത് മന്ത്രിമാർ വിദേശത്ത് പോകുന്നതിന് പൈസ ചിലവാകുന്നതിന് അഴിമതി എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളൊരു ന്യായീകരണമാണ് ഇപ്പം നിരത്തുന്നത്. പക്ഷേ നമ്മളിപ്പം
വെറുതെ ഒരാൾ കൊല്ലത്ത് പോയി എന്ന് പറയുന്നത് പോലെ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാൻ പോകുന്ന ഒരു യാത്രയെ നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോകുമ്പോൾ ആ ലക്ഷ്യം നിറവേറ്റിയില്ലെങ്കിൽ അത് പരാജയം തന്നെയാണ്. ആ ഒരു പരാജയത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് തന്നെയാണ്. അപ്പം മെസ്സി വരാത്തിടത്തോളം കാലം സ്പാനിഷ് യാത്ര എന്ന് പറയുന്നത് തികഞ്ഞ പരാജയവുമായിരുന്നു എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ്. അതിനകത്ത് പിന്നെ ഈ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ദേശീയ ഏജൻസികളുടെ അന്വേഷണമൊക്കെ ഉണ്ടായേക്കും. തീർച്ചയായും അതിലേക്കാണ് ഞാൻ വരുന്നത്. രണ്ടാമത് നമ്മൾ ആദ്യം പറഞ്ഞ ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ രണ്ടാം ഭാഗത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്പോൺസർ മാറി അടുത്തൊരു സ്പോൺസർ വന്നു. ഈ സ്പോൺസർ എങ്ങനെ വന്നു, എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്പോൺസറെ നമ്മളൊരു ഒരു കാര്യത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്നയാൾ രണ്ടാമത് വന്ന ഏജൻസി എന്ന് പറയുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. പക്ഷേ അത് വേറൊരു കമ്പനിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. അതിന് ഈ പറയുന്ന അവർ അതിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നതിന് വെറും 20 ദിവസം മുമ്പ് രൂപീകരിച്ച ഒരേ അഡ്രസ്സിൽ രൂപീകരിച്ച ഒരു പേപ്പർ കമ്പനിയുടെ പേരിലാണ് അവർ വരുന്നത് എന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനു വേണ്ടി തട്ടിക്കൂട്ടിയതാണെന്ന് ഉറപ്പല്ലേ. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് കമ്പനിക്ക് എന്തടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് പിന്നെ പരിചയമുണ്ട്, ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റ് നടത്തിയിട്ട് എന്ത് പരിചയമുണ്ട് എന്നുള്ളതൊക്കെ വലിയ ചോദ്യമല്ലേ. മാത്രമല്ല ഇപ്പോൾ ഞാനായാലും ലിയോ ചേട്ടനായാലും ഒരു 10 രൂപ മുടക്കി, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒരു 10 രൂപ മുടക്കി ഒരു പരിപാടി സ്പോൺസർ ചെയ്താൽ എനിക്ക് അതുകൊണ്ട് 10 അല്ലെങ്കിൽ 15 രൂപയുടെ എങ്കിലും നേട്ടം ഉണ്ടായില്ലെങ്കിൽ ഞാനത് സ്പോൺസർ ചെയ്യില്ല. എനിക്ക് ഒന്നുകിൽ അതിൻ്റെ വരുമാനം കിട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ പബ്ലിസിറ്റി വേണം, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ തത്സമയ സംപ്രേഷണ അവകാശം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ പറയുന്ന സ്പോൺസർക്ക് സർക്കാർ കൊടുക്കുന്ന ഓഫർ എന്ന് ഒരു ഘട്ടത്തിൽ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. എങ്ങനെ ഈ സ്പോൺസറിലേക്ക് എത്തി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ആരെങ്കിലും ഒരാളെ പിടിച്ച് സ്പോൺസറാക്കാൻ മന്ത്രിക്ക് കഴിയുമോ? മന്ത്രിയുടെ വീട്ടുകാരും അല്ലല്ലോ. മന്ത്രിയുടെ വീട്ടിൽ ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ ഏത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ വെച്ച് വേണമെങ്കിലും മന്ത്രിക്ക് കല്യാണം നടത്താം, അടിയന്തരം നടത്താം, എന്ത് വേണമെങ്കിലും നടത്താം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് സംസ്ഥാന സർക്കാർ കൂടി ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയായി ഇത് നടത്തുമ്പോൾ, അതായത് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം നമ്മുടെ പിന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ സർക്കാരിൻ്റെ അതിഥിയായിട്ട് അവരിവിടെ വരികയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സർക്കാർ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കൂടി അവകാശമില്ലേ? അത് എപ്പോൾ വരും, എങ്ങനെ വരും, എന്താണ് ചെയ്യുന്നത്, ആരാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്, അവർക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അവർക്ക് ഒരു പ്രോപ്പറായ രീതിയിൽ ഒരു പിന്നെ എന്താണ് അതിനൊരു ദർഖാസ് വെച്ചിട്ട് ടെൻഡർ വിളിച്ച് കാര്യങ്ങളൊരു സ്പോൺസറെ കണ്ടെത്താൻ. ഇപ്പോൾ ഇവിടെ ഒരു ചാനൽ മാത്രമല്ലല്ലോ ഒരു പിന്നെ 100-200 കോടി രൂപ മുടക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ ഈ സർക്കാരിന്, കഴിഞ്ഞ സർക്കാരിന് തന്നെ ഇപ്പോൾ യൂസഫ് അലിയെയോ അല്ലെങ്കിൽ ഗോകുലം ഗോപാലിനെയോ അങ്ങനെയൊക്കെയുള്ള എത്രയോ വലിയ വ്യവസായ പ്രമുഖർ എല്ലാം കേരളത്തിലുണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും ഒരു അവസരം പോലും കൊടുക്കാതെ ഈ ഒരാളിലേക്ക് എങ്ങനെ പോയി? അതൊരു ചോദ്യം ഈ അന്വേഷണ റിപ്പോർട്ടിനകത്ത് തീർച്ചയായും ഉന്നയിക്കുന്നു. ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിനകത്തുള്ള കോൺസിക്വൻസ് ഉണ്ട്. അതായത് ഇവർക്ക് കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടായോ, മറ്റെന്തെങ്കിലും നേട്ടമുണ്ടായോ, സംസ്ഥാനത്തിന് അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. അത് അന്വേഷിക്കണം എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം. അത് അന്വേഷിക്കാൻ സാമ്പത്തിക ക്രയവിക്രയം നടന്നു, വിദേശ നാണ്യ ക്രയവിക്രയം നടന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന് പറയുന്നു. അത് CBI ആവാം, ED ആവാം, ആരാവാം, അന്വേഷണം നടക്കട്ടെ. അല്ല, ഈ ഏജൻസി 126 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വലിയ സ്പോൺസർമാർ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെന്താണ്, ഏത് രീതിയിൽ കൊടുത്തു, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. തീർച്ചയായും അന്ന് ഈ പൈസ ഏത് രീതിയിൽ കൊടുത്തോ പൈസ അടച്ചില്ലയോ എന്ന് കുറേ നാളൊരു വിവാദം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ വന്നു. അപ്പോൾ അന്ന് നമ്മുടെ നിയമസഭയിലും ഒക്കെ മന്ത്രി പറഞ്ഞതും നിയമസഭയിലെ രേഖകൾ അനുസരിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ നമുക്ക് മറ്റൊരു രാജ്യത്തിലേക്ക് പൈസ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കേരള സർക്കാർ ഇടപെട്ട് ഈ കമ്പനിക്ക് ഇന്ന ഒരു കാര്യത്തിന് വേണ്ടി പൈസ അടയ്ക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യം കേരള സർക്കാർ ചെയ്തു കൊടുത്തു ഈ പറയുന്ന സ്വകാര്യ സ്പോൺസർക്ക് വേണ്ടി. ഈ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന മറ്റൊരാൾക്കും അവസരം കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം മന്ത്രി തിരഞ്ഞെടുത്ത സ്പോൺസർക്ക് ഇതിനുള്ള അവസരം കേരള സർക്കാർ ഇടപെട്ടാണ് കൊടുത്തത്. അത് മന്ത്രിയല്ല, കേരള സർക്കാർ, ക്യാബിനറ്റ് കേരള സർക്കാരിൻ്റെ പേരിലാണ് അഭ്യർത്ഥന പോയത്. വിദേശത്തേക്ക് പൈസ അടയ്ക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് പൈസ അടച്ചെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. അതെങ്ങനെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. 2 ഇപ്പോൾ ഈ സ്പോൺസർമാർ പറയുന്നത് ഇവർക്ക് അനുമതി ഉണ്ടായിരുന്നു, ചില കടലാസുകളൊക്കെ ഉയർത്തിക്കാട്ടി അനുമതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ആ അനുമതി ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കണം എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. തീർച്ചയായും അവർ അനുമതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കുന്ന പ്രധാനപ്പെട്ട രേഖ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാർച്ചിലെ വിൻഡോയിൽ, അതായത് കഴിഞ്ഞ വർഷത്തെ മാർച്ചിലെ വിൻഡോയിൽ ഞങ്ങൾ പിന്നെ ഒരു ആഫ്രിക്കൻ രാജ്യത്തിലേക്കും ഒരു ഇന്ത്യയിലേക്കും വരാൻ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് മാത്രമാണത്. അപ്പോൾ ഒരു കരാർ ഒപ്പിടുകയോ
അല്ലെങ്കിൽ ആ ഒരു കരാർ ഒപ്പിടട്ടെ, ഞങ്ങൾ ഇന്ന തീയതി ഇവിടെ വന്ന് കളിക്കാം, ഞങ്ങൾ ഇന്ന ദിവസം വരും, ഏപ്രിലിലെ വിൻഡോയിലാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ ഏപ്രിൽ 15 ഇവിടെ വരും, ഞങ്ങൾ ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇത്ര ഈ സമയത്തുള്ള വിമാനം ചാർട്ടർ ചെയ്ത വിമാനത്തിനകത്ത് ഞങ്ങൾ ഇവിടെ വരും, ഇന്ന ഹോട്ടലിൽ താമസിക്കും, ഇന്ന് രാവിലെ പരിശീലനം, വൈകുന്നേരം കളി, വൈകുന്നേരം 4 മണിക്ക് ചായ കുടി, രാത്രി 8 മണിക്ക് ഉറക്കം എന്നൊക്കെയുള്ള കൃത്യമായ ഷെഡ്യൂൾ വെച്ച് കരാർ ഒപ്പിടണം. അത് സ്പോൺസർ ആണെങ്കിൽ സ്പോൺസറാണ് കൊണ്ടുവരുന്നതെങ്കിൽ സ്പോൺസർ, അതല്ല സംസ്ഥാന സർക്കാരാണ് കൊണ്ടുവരുന്നതെങ്കിൽ സംസ്ഥാന സർക്കാർ. പക്ഷേ അപ്പോഴുമുള്ള ചോദ്യം, ഇവിടെ അർജന്റീന ടീം ഒരു ഫുട്ബോൾ മത്സരം കളിക്കാനാണ് വരുന്നതെങ്കിൽ ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയണം. അവരാണ് ആദ്യം കരാറി ഒപ്പിടേണ്ടത്. അർജന്റീന അല്ല, ഇനിയിപ്പോൾ ഏത് താരമായാലും ഇവിടെ ഒരു പ്രദർശനത്തിന് അദ്ദേഹം ഒരു ഷോയ്ക്ക് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാജ്യാന്തര ഫുട്ബോൾ ഫെഡറേഷനുകളുടെ യാതൊരു ബന്ധവുമില്ല. അതേസമയം ഇവരിവിടെ കളിക്കാനാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ഇത് അറിഞ്ഞിരിക്കണം. ആ ഒരു അറിവ് ആർക്കും ഇല്ലായിരുന്നു. മറ്റൊന്ന്, ഈ അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മേധാവി അർജന്റീനൻ ഫുട്ബോളിനെ വളരെ വല്ലാണ്ടങ്ങ് തെറ്റായ രീതിയിൽ വിൽക്കുന്നു എന്നുള്ളൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. അർജന്റീനൻ ഫുട്ബോളിനും വിവാദം പുകയുന്നുണ്ട്. ഇത് മാത്രമല്ല, മറ്റു പല വിഷയങ്ങൾ കൊണ്ടും അവിടെ വിവാദം പുകയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയും ഒരു ക്രമക്കേട് അവിടെയും നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും. കാരണം ഞാൻ ആദ്യമേ ചൂണ്ടിക്കാട്ടിയ വിഷയം അത് തന്നെയാണ്. അർജന്റീന വർഷങ്ങൾക്ക് ശേഷം ഒരു ലോകകപ്പ് നേടിയപ്പോഴത്തേക്ക് അതിൻ്റെ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നമ്മുടെ ഫുട്ബോൾ ടീമിനെ പിന്നെ അർജന്റീനയിലോ സ്പെയിനിലോ കൊണ്ടുവന്ന് കളിപ്പിച്ച 5 പൈസ കിട്ടത്തില്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളൊരു ലോകകപ്പ് നേടിയതിന് ശേഷമാണെങ്കിലോ തീർച്ചയായും അവിടെ ഒരു ബ്രാൻഡ് വാല്യൂവിൻ്റെ കാര്യമുണ്ട്. അർജന്റീന കളിക്കാൻ വന്നാൽ ആൾ കൂടും. ആ ആളിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സ്പോൺസർ ചെയ്യാൻ ആളുണ്ടാവും. മെസ്സി വന്നാൽ ആഗോള കുത്തക കമ്പനികളും ഒക്കെ സ്പോൺസർ ചെയ്യാനുണ്ടാവും. അപ്പോഴും വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ്, മെസ്സിയുടെ ഈ വരവ് കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക ലാഭം എത്ര, അതിൽ എത്ര സർക്കാരിന്, എത്ര സ്പോൺസർക്ക്, അതോ സ്പോൺസർക്കാണോ മുഴുവൻ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു നീക്കുവെക്കും ഉണ്ടായിട്ടില്ല. ഒരു കാര്യവും ഒരു രേഖയും ഇല്ല. ഇതാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, അല്ല, ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ സ്പോർട്സിനെ അറിയുന്നവർ, സ്പോർട്സിനെ സ്നേഹിക്കുന്നവരുടെ കാര്യമെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തയിലേക്കൊക്കെ വരുന്നത് നമ്മുടെ സ്പോർട്സിനെ എങ്ങനെ രക്ഷപ്പെടുത്താം. അൻസാർ പറഞ്ഞു, കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് ദേശീയ മത്സരങ്ങളിലുള്ള വിജയം കുറഞ്ഞു വരികയാണ്, നമ്മുടെ ചാമ്പ്യന്മാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്, നമ്മുടെ പെർഫോമൻസിൻ്റെ മികവ് കുറഞ്ഞു വരികയാണ്. അവിടെ നോക്കുമ്പോഴാണ് അടിസ്ഥാനപരമായി നമ്മുടെ കായിക താരങ്ങൾക്ക് കിട്ടുന്ന സൗകര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയോ സ്പോർട്സ് ഹോസ്റ്റലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ സ്പോർട്സ് ഹോസ്റ്റലിലൊക്കെ തന്നെ നേരെ ചൊവ്വേ ആഹാരം കൊടുക്കുന്ന സാഹചര്യം പോലും ഇല്ലായിരുന്നു. ഈ കോച്ചസിന് നേരെ ചൊവ്വേ ശമ്പളം കൊടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. ലിയോ ചേട്ടന് ഒരു സ്പോർട്സ് ഹോസ്റ്റലിലൂടെ വളർന്നു വന്ന ഒരു കായിക താരമായതുകൊണ്ട് ലിയോ ചേട്ടന് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. പണ്ടത്തെ സാഹചര്യങ്ങളൊന്നുമില്ല. പണ്ട് കായിക ഹോസ്റ്റലുകളിൽ കൃത്യമായ ഫുഡും കാര്യങ്ങളും പരിശീലനവും ജേഴ്സിയും എല്ലാം സ്പോർട്സ് ഉപകരണങ്ങളെല്ലാം സർക്കാർ കൊടുക്കുകയും അതിനൊരു കൃത്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് ഒരു അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഉണ്ടായില്ല. അതിന് 2-3 അല്ല, കുറച്ചധികം കൊല്ലമായി, അല്ലേ? ഒരു 5-6 വർഷമായി. തീർച്ചയായും ഒരു 2-3 കൊല്ലം ആയപ്പോഴത്തേക്കാണ് ഇത് രൂക്ഷമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ല അൻസാർ, എനിക്ക് അതിശയം തോന്നിയത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, ഈ പ്രശാന്ത് IAS വന്നതിന് ശേഷം പൂഴ്ത്തി വെച്ചിരുന്ന കുറേയേറെ ജേഴ്സികളും സ്പൈക്കുകളും ഗോഡൌണിൽ നിന്ന് പിടിച്ചെടുത്തു. കാരണം ഇതൊന്നും കുട്ടികളുടെ സമയത്ത് എത്തിച്ചു കൊടുത്തില്ല. അപ്പോൾ ഇത് മേടിച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പിന്നിലുള്ള കമ്മീഷൻ പറ്റിയത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ ഈ വാങ്ങലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കുട്ടികളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് കഷ്ടമാണ്. അപ്പോൾ അത്തരത്തിൽ പിടിപ്പുകെട്ട ഒരു കായിക ഭരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മന്ത്രിയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. സ്പോർട്സ് കൗൺസിലാണ് ഹോസ്റ്റലൊക്കെ നടത്തുന്നതെങ്കിലും കൃത്യമായിട്ടാണ് ശ്രദ്ധ വേണ്ടത് മന്ത്രിയാണ്. അപ്പോൾ മന്ത്രി അത് ശ്രദ്ധിക്കാൻ സമയമില്ല. മെസ്സിയെ വിളിക്കാനുള്ള സമയമാണെന്ന് പറയുമ്പോൾ കൃത്യമായി എവിടെയാണ് പ്രയോറിറ്റി എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയൊരു കായിക മന്ത്രിയാണ് കേരളത്തിൻ്റെ കായിക ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കേരളം ഫിനിഷ് ചെയ്തത് 14ാം സ്ഥാനത്താണ്. കഴിഞ്ഞ ദേശീയ ഗെയിംസ് എന്ന് പറയുമ്പോൾ ആലോചിക്കണം, ഉത്തരാഖണ്ഡിൽ നടന്ന, അതിന് മുമ്പ് ഗോവയിൽ നടന്നപ്പോഴും അഹമ്മദാബാദ് നടന്നപ്പോഴും 6-7 സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ദാരുണമായത് കഴിഞ്ഞ തവണയാണ്. അതിൻ്റെ തൊട്ട് അത് പറയുകയാണ് കായിക അസോസിയേഷനുകളുടെ പ്രതിനിധികൾ മന്ത്രിയെ വളരെ ശക്തമായിട്ട് കുറ്റപ്പെടുത്തിയത്. അപ്പോൾ മന്ത്രി അതിനെ ഒരു വിവാദമാക്കി മാറ്റുകയും ഒക്കെ ചെയ്തു. ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്പോർട്സിനെ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുകയും വേറെ ഈ സങ്കല്പ ലോകത്തിലെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന ഒരു മന്ത്രിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു ദുരന്തത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഈ ഏജൻസികൾക്കും അതുപോലെ തന്നെ ഈ സ്പോൺസർമാർക്കും അതുപോലെ തന്നെ സ്വകാര്യ ടീമുകൾക്കും ഒക്കെ തന്നെ കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുകയും നമ്മുടെ സാധാരണക്കാർക്ക് ആനുകൂല്യം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, എത്രയോ കേന്ദ്ര പദ്ധതികൾ എത്രയോ സംസ്ഥാനത്ത് മനോഹരമായി നടക്കുന്നു. ഖേലോ ഇന്ത്യയുടെ എത്രയോ പ്രോജക്റ്റുകളുണ്ട്. സ്പെഷ്യൽ അറ്റൻഷൻ നമുക്ക് കിട്ടുന്ന എത്രയോ പ്രോജക്റ്റുകളുണ്ട്. അതിനൊന്നും തന്നെ കൃത്യമായ വിവരങ്ങൾ കൊടുക്കാതെ, അപേക്ഷ നൽകാതെ എത്രയോ പ്രോജക്റ്റുകൾ ഇങ്ങോട്ട് തന്നെ മലയാളികളായിട്ടുള്ള പല ഉദ്യോഗസ്ഥരും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തലപ്പത്തിരുന്നു കൊണ്ട് നിങ്ങൾ പ്രോജക്റ്റ് സമർപ്പിക്കൂ, ഞങ്ങൾ പൈസ തരാം എന്ന് പറഞ്ഞിട്ട് പോലും കൊടുക്കാതെ അതിൻ്റെ ക്രെഡിറ്റ് നഷ്ടപ്പെടും. അതിൽ നിന്നും അടിച്ചു
മാറ്റാൻ സാധിക്കില്ല എന്ന് പലരും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ ശരിയല്ലേ? തീർച്ചയായും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഖേലോ ഇന്ത്യ പദ്ധതിക്ക് വേണ്ടിയിട്ടും സംസ്ഥാനത്ത് രാജ്യത്തെ സ്പോർട്സിന് വേണ്ടി 36,000 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയാണ്. കാരണം ഒളിമ്പിക്സ് വരാൻ പോകുന്നു, കോമൺവെൽത്ത് ഗെയിംസ് വരാൻ പോകുന്നു, ഏഷ്യൻ ഗെയിംസ് വരാൻ പോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രതിഭകളെ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഖേലോ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയാണ് കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട്. ആദ്യം പൈക്കയായിരുന്നു. ആ പൈക്കയുടെ പേരിൽ ഒരു അടിച്ചുമാറ്റൽ കഥ ഇപ്പോൾ കേരള സ്പോർട്സിൻ്റെ ഘട്ടങ്ങളിൽ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പുതിയ സർക്കാർ വന്നപ്പോൾ അതിനകത്തൊരു അന്വേഷണമൊക്കെ ഇതുപോലെ നടന്നിട്ടുണ്ട്, അന്വേഷണ റിപ്പോർട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ പൈക്ക കഴിഞ്ഞതിന് ശേഷം ഖേലോ ഇന്ത്യ വന്നു. പക്ഷേ ഈ ഖേലോ ഇന്ത്യയിലെ പദ്ധതികളിൽ ഭൂരിഭാഗവും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാര്യം. നമുക്ക് കോന്നിയിൽ ഒരു വോളിബോളിൻ്റെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടായതിന് അപ്പുറത്തേക്ക് മറ്റൊരു നല്ല സ്റ്റേഡിയങ്ങളോ പരിശീലന സൗകര്യങ്ങളോ ഹോസ്റ്റലുകളോ ഒന്നും ഉണ്ടാക്കാൻ, ഒരു ഖേലോ ഇന്ത്യ ടൂർണമെൻറ്റിന് വേദിയാകാൻ പോലും കേരളത്തിന് കഴിയാത്ത രീതിയിലേക്ക് നമ്മളത് ഉപയോഗപ്പെടുത്താതെ പോയി എന്നുള്ളത് വളരെ ഇതാണ്. കാരണം ഇനി ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 30,000 കോടി രൂപയ്ക്കകത്ത് ഒരു സംസ്ഥാനത്തിന് മിനിമം ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം 100 കോടി രൂപയെങ്കിലും കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്താനുള്ള കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പുതിയ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വീണ്ടും താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പം നമ്മൾ നോക്കൂ, ലോക ചാമ്പ്യൻഷിപ്പ്, അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഉത്തർപ്രദേശിൽ നിന്നുള്ള കുട്ടികളാണ്. ലിയോ ചേട്ടൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള കുട്ടികൾ ഏതെങ്കിലും ഓവറേജായിട്ട് വരുന്ന കുട്ടികൾ മെഡൽ നേടുമെന്നല്ലാതെ ഉത്തർപ്രദേശോ പിന്നെ അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് പോലും അത്രയും ഒരു നല്ല കായിക അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ നോക്കൂ, തമിഴ്നാട്ടിലേക്ക് നോക്കൂ, ഖേലോ ഇന്ത്യയുടെ പദ്ധതി പ്രകാരം അവർ ഓരോ കായിക ഇനത്തിനും ഓരോ പ്രത്യേക ഹോസ്റ്റലുകൾ എല്ലാ ജില്ലയിലും സ്ഥാപിച്ചു കഴിഞ്ഞു. ഗുജറാത്തിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് വെച്ചിട്ട് അവർ ചെയ്തത് എല്ലാ ജില്ലകളിലും അവർക്ക് ഒരു നീന്തൽക്കുളം, ഒരു ഇൻഡോർ സ്റ്റേഡിയം, ഒരു ഔട്ട്ഡോർ സ്റ്റേഡിയം, ഒരു ട്രാക്ക്, എല്ലാ കായിക ഇനങ്ങളും പരിശീലിക്കാനുണ്ട്. കാരണം പക്ഷേ അവിടെ ഗുജറാത്തിൽ നിന്ന് കുട്ടികൾ തുടങ്ങുന്നതേ ഉള്ളൂ. അവരെ PT ഉഷയെ പോലും അവിടെ കോച്ചിങ്ങിന് വേണ്ടി കൊണ്ടുപോയി. KS അജ്മോനെ പോലെ കേരളത്തിൻ്റെ പരിശീലകരായിരുന്ന ആൾക്കാരെ, കേരളത്തിൽ നിന്ന് പരിശീലകരെ അവിടെ കൊണ്ടുപോയി വലിയ ശമ്പളം കൊടുത്തിരിക്കുന്നു. ഒഡീഷ അവർ ഇന്ത്യൻ ഹോക്കി ടീമിനെ വരെ അവർ സ്പോൺസർ ചെയ്യുന്ന കാര്യത്തിലേക്ക്, അവർ സ്പോർട്സിൻ്റെ കാര്യത്തിലേക്ക് അവർ എത്തുന്നു. അവിടെ ഹോക്കി ലോകകപ്പ് നടക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിസ്ഥാനത്തും പോയി ഉത്തരത്തിൽ ഇരുന്നത് കിട്ടിയതുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ കക്ഷത്തിരുന്ന സാധനം പോവുകയും ചെയ്തു. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ കായിക രംഗത്തും വരുത്തിവെച്ച നാശം കുറച്ചല്ല കഴിഞ്ഞ സർക്കാർ എന്ന് ഈ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കായിക രംഗം ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരിടമായി അവരൊക്കെ കണ്ടിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ വരുന്ന പണം അടിച്ചു മാറ്റി അതുപോലെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയും ഈ രംഗത്തെ നമ്മുടെ ആധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഒന്ന് ഓർത്തുകൊള്ളുക, വലിയ പാതകമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഖേലോ ഇന്ത്യ പോലുള്ള വലിയ പ്രോജക്റ്റുകൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി അത് സുതാര്യമായിരിക്കണം, കൃത്യമായി കണക്ക് കൊടുക്കണം. അതുകൊണ്ട് ആ കണക്ക് കൊടുക്കാൻ സാധിക്കില്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഒഴിവാക്കിയ കുറേയേറെ മഹാന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. തീർച്ചയായും നാണക്കേടാണ്, ഇത് വൃത്തികെട്ട നീക്കങ്ങളാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ തകർന്നു പോകുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സ്പോർട്സ് സ്വപ്നങ്ങളാണ് എന്ന് തിരിച്ചറിയുക. നല്ലൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കുവാൻ ഇനിയെങ്കിലും ശ്രമിക്കണം, സാധിക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ നമുക്ക് നല്ല തലമുറകളെ, ആരോഗ്യമുള്ള തലമുറകളെ വാർത്തെടുക്കുവാനും ഒപ്പം തന്നെ ചാമ്പ്യന്മാരെ സൃഷ്ടിക്കുവാനും അതിന് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തി പോവുകയാണ് നല്ലത്. നിങ്ങൾ ഇത്തരത്തിലുള്ള നെറികെട്ട നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അന്വേഷണങ്ങളുണ്ടാകും. ആ അന്വേഷണം ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ അത് ചെയ്തവന്മാർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിനുള്ള ചങ്കൂറ്റം VD സതീശനും സ്പോർട്സ് വകുപ്പും കാണിക്കണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. വളരെയധികം നന്ദി അൻസർ ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തു. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.